Hello friends, welcome to my YouTube channel Kerala Cuisine. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിയുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോടെ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിന്റെ അപ്ഡേറ്റ്സ് ഡെയിലി വരുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് അങ്കമാലി സ്റ്റൈൽ മാങ്ങാക്കറി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മാങ്ങാക്കറിയാണ് ഇത്. നമ്മുടെ മീൻകറിയൊക്കെ മാറിയിരിക്കുന്നു തന്നെ പറയാം. അത്രയും രുചിയാണ്. അതുപോലെ തന്നെ വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ? അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമുക്ക് മാങ്ങാക്കറി ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസിൻ്റെ ലിസ്റ്റൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ഒരു മൺചട്ടിയാണ്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സബോള നീളത്തിൽ മുറിച്ചിട്ടുള്ളതാണിത്. ഇനി സബോള ഇല്ലെങ്കിൽ ചെറിയ ഉള്ളി ഉപയോഗിക്കാവുന്നതാണ്. ഒരു മീഡിയം സൈസ് ഇഞ്ചി നീളത്തിൽ മുറിച്ചത്, 4 പച്ചമുളക് നീളത്തിൽ മുറിച്ചത്, ഒരു തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ ഉപ്പ്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണേ. 1 ടീസ്പൂൺ വിനീഗർ, നമ്മുടെ സൊർക്കല്ലേ അതാണേ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് നമുക്ക് കൈകൊണ്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഈ സബോളയൊക്കെ നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരണം. ഈ മിക്സിംഗ് ആണ് കേട്ടോ നമ്മുടെ മാങ്ങാക്കറീൻ്റെ ഹൈലൈറ്റ്. ഈ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക സ്മെല്ലാണ് കേട്ടോ ഈ ടൈമിൽ. നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് മാങ്ങ ചേർത്ത് കൊടുക്കാം. ഞാനൊരു വലിയ മാങ്ങയാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. ഇനി ചെറിയ മാങ്ങയൊക്കെ ആണെങ്കിൽ 2 മാങ്ങ എടുക്കാവുന്നതാണ്. ഇതുപോലെയുള്ള നീളത്തിലുള്ള പീസുകളായിട്ടാണ് കേട്ടോ മുറിച്ചെടുത്തിരിക്കുന്നത്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നാളികേര പാലാണ് കേട്ടോ വേണ്ടത്. ഫസ്റ്റത്തെ പാല് അധികം വെള്ളമില്ലാതെ അരച്ചെടുത്തിട്ട് മാറ്റി വെക്കാം. അതിനുശേഷമുള്ള നാളികേരത്തിൽ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരച്ചെടുത്തിട്ടുള്ള പാലാണ് കേട്ടോ ഇത്. ലൂസായിട്ടുള്ള 2ാം പാലാണ് ഇത്. ഇതിൽ ആഡ് ചെയ്തതിന് ശേഷം നല്ല പോലെ ഒന്ന് ഇളക്കി നമുക്കിനി ഇത് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. നമുക്കൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. ഈ കറി പെട്ടെന്ന് തന്നെ ആയിട്ട് വരും. മാങ്ങയൊക്കെ ഒന്ന് വെവാൻ വേണ്ട സമയം വേണ്ടു കേട്ടോ. ഇനി നാളികേര പാൽ ഒഴിക്കുമ്പോൾ ചില ആളുകൾക്ക് പേടി ഉണ്ടാവും കേട്ടോ, പിരിഞ്ഞു പോകുമെന്നുള്ളത്. ഞാൻ പറഞ്ഞ പോലെ 2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നല്ല ലൂസായിട്ടുള്ള പാലാക്കി എടുത്തു കഴിഞ്ഞാൽ പിരിഞ്ഞൊന്നും പോവില്ല കേട്ടോ. ഇപ്പം നമ്മുടെ മാങ്ങാക്കറിയൊക്കെ ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഇപ്പോൾ നമ്മുടെ കറി തിളയ്ക്കാൻ തുടങ്ങിയിട്ട് ഒരു 15 മിനിറ്റ് ആയിട്ടോ. നമ്മുടെ മാങ്ങയൊക്കെ നന്നായി കുക്കായി വന്നിട്ടുണ്ട്. അതുപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ല പാകമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് ടേസ്റ്റ് നോക്കിയിട്ട് ഉപ്പോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. എനിക്കിപ്പോൾ കറക്റ്റായിട്ടാണ് കേട്ടോ തോന്നുന്നത്. പിന്നെ നമ്മൾ ചേർക്കുന്ന മാങ്ങയുടെ പുളി അനുസരിച്ചിരിക്കും കേട്ടോ കറിയുടെ പുളി. അപ്പോൾ ഈ മാങ്ങ അത്ര പുളിയുള്ള മാങ്ങയല്ല. വല്ലാതെ പുളിയുള്ള മാങ്ങയൊക്കെ ആണെങ്കിൽ ഒരു ചെറിയ മാങ്ങ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ചിരുന്ന 1ാം പാലില്ലേ, അതുകൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാവുന്നതാണ്. 1ാം പാൽ ആഡ് ചെയ്തതിന് ശേഷം വല്ലാതെ തിളപ്പിക്കണ്ട കേട്ടോ, പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്കിതിലേക്ക് ഉള്ളി താളിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഫ്രൈ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. എണ്ണയൊക്കെ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ 4 ചെറിയ ഉള്ളി റൗണ്ട് ആക്കിയിട്ട് മുറിച്ച് വെച്ചത് കൂടെ ആഡ് ചെയ്തിട്ട് ഇതൊരു ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 തണ്ട് കറിവേപ്പില ഇട്ടിട്ട് 1 നുള്ളു മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. മുളക് പൊടി ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇത് ഓപ്ഷണലാണ്. ഞാൻ ഫോട്ടോ എടുക്കാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നേ ഉള്ളൂ. മുളക് പൊടി ആഡ് ചെയ്താലും ഇല്ലെങ്കിലും ടേസ്റ്റിന് ഒന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ. ഇനി ഉള്ളി താളിച്ചതുകൂടെ ഇതിലേക്ക് ഇട്ടതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒരു 2 മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് ചൂടോട് കൂടെ തന്നെ സെർവ് ചെയ്യാവുന്നതാണ് കേട്ടോ. വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും മാങ്ങാക്കറി ട്രൈ ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്ന് പറയണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.